നീ ഇറങ്ങണം. പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ? അപ്പോഴേ എനിക്ക് ഈ കളിയിൽ ഹരം കൂടൂ. നീലകണ്ഠ, ഒന്നും ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട. അല്ലെങ്കിൽ കൂട്ടുകാർ എല്ലാവർക്കും സുമേഷ് ഏട്ടൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടും. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇനി ഒരു ദിവസം കൂടി ഉള്ളൊന്നും നമ്മൾ വീഡിയോ എടുക്കാൻ 31-ാം തീയതിയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് 1-ാം തീയതി. ഇപ്പോൾ ഏതായാലും നമുക്കിനി നേരെ വേലപ്പറമ്പിൽ പോയിരുന്നിട്ട് ആനയുടെയും അതുപോലെ തന്നെ വെടിക്കെട്ടിൻ്റെയും വിശേഷം പറയാം. ആരാണ് വെടിക്കെട്ടിൻ്റെ ആളുകൾ എന്താണ് എന്നുള്ളതൊക്കെ. അപ്പോൾ മറക്കാണ്ട് സ്കിപ്പ് ചെയ്യണം കാണാം. നമ്മൾ നെന്മാറ പന്തലിൻ്റെ അടിയിലാണ് കേട്ടുള്ളത്. അപ്പോൾ അതേ വരുന്ന ഒരു ഗജവീരൻ. പേരെന്താ? ആനൻ്റെ തകർത്തില്ല. ആന ഇത് അല്ലെങ്കിൽ ദേശത്തിൻ്റെ ആനയാ നെന്മാറ. പക്ഷെ നോട്ടീസിൽ പേരില്ലല്ലോ. ശീതലിക്ക് മാത്രം, പന്തലിക്കില്ല അല്ലേ? തുളസീദാസനല്ലോ പറഞ്ഞു. ദേവീസ്. പേരെന്താ? നമ്മുടെ വേലി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആന, പന്തലിക്കുള്ളതല്ല. ഞാൻ തന്നെ നോട്ടീസിൽ നോക്കുന്ന സമയത്ത് ആനൻ്റെ പേര് കാണാം, ദേവീസ് വന്നു പറഞ്ഞു. ആനകൾ പറയാം. ആന ഏതൊക്കെയാണെന്നുള്ളത് പറയാം. അക്കിക്കാവ് കാർത്തികേയൻ, ചിറക്കര ശ്രീറാം, ചിറക്കൽ കാളിദാസൻ, മംഗലാംകുന്ന് ശരണയ്യപ്പൻ, കുപ്പത്ത് ശിവശങ്കരൻ, മംഗലാംകുന്ന് മുകുന്ദൻ, വായ്വാടി കാശിനാഥൻ, മച്ചാട് ധർമ്മൻ, മച്ചാട് ജയറാം. കിടമ്പ് എടുക്കുന്നത് ചിറക്കൽ കാളിദാസൻ. സെൻറ്റർ നിൽക്കുന്നത് 9 ആനകളാണ്. നെന്മാറ ദേശത്തിന് കൊടുക്കുന്ന 9 ആന വല്ലങ്ങി ദേശത്തിന്. അതിന് പുറമെയാണ് അമ്പലത്തിലെ ശിവേരി കാര്യങ്ങൾക്കായിട്ടുള്ള ആന ഇതൊക്കെ പോയത്. അപ്പോൾ വെടിക്കെട്ടിൻ്റെ കാര്യം പറയാൻ പറഞ്ഞു. വെടിക്കെട്ട് 6:30-ക്കാണ് നെന്മാറ ദേശത്തിൻ്റെ. അത് സ്റ്റീഫൻ ചാലക്കുടിയും കുണ്ടന്നൂർ സുന്ദരാജ് അവരാണ് അതിൻ്റെ ആളുകൾ. സർക്കാർ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കണം. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. വല്ലങ്ങിക്കാരൻ്റെ അപ്ഡേഷൻ അടുത്ത വീഡിയോ തന്നെ തരാം.